പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒരു വാണ്ടഡ് ക്രിമിനലാണ്. വാണ്ടഡ് ക്രിമിനൽ എടുത്ത് തന്നെ പറയാം. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സംസ്ഥാന പോലീസ്. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ട്. ഒരു MLAക്ക് താഴാൻ പറ്റാവുന്ന ഏറ്റവും വലിയ താഴ്ചയിലേക്ക് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുകയാണ്. മാങ്കൂട്ടം ഇനി രാജിവെക്കുക എന്നുള്ളൊരൊറ്റ കാര്യമേ അദ്ദേഹം ചെയ്യാനുള്ളൂ. രാജി ആവശ്യപ്പെടണമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾക്കിടയിലേക്ക് മറ്റ് പാർട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കെ മുരളീധരൻ എന്ന് പറഞ്ഞ പോലെ രാജിവെക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനേ കോൺഗ്രസിന് സാധിക്കുമെന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും രാജിവെച്ചേ തീരും. ലുക്കൌട്ട് നോട്ടീസ് വരെ എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, എന്തൊക്കെയാണ് രാഹുലിന് മേൽ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന കാര്യം കൂടി പുറത്തു വന്നിട്ടിരിപ്പുണ്ട്. രാഹുലിന് മേൽ ഇപ്പോൾ ചാർത്തിയിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിത 64 ബലാത്സംഗമാണ് അത് കേസ്. പിന്നെ 64(2) അത് നിരന്തരം പീഡിപ്പിക്കൽ. പിന്നെ 64F പീഡനം, ഉപദ്രവിക്കുക എന്നുള്ളത്. 64H അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ. 64M തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ എന്നിവയാണ് ഇപ്പോൾ ചാർജിലുള്ളത്. പിന്നെ BNS ഭാരതീയ ന്യായ സംഹിത 89 പ്രകാരം ഗർഭചിത്രം, 316 പ്രകാരം വിശ്വാസവഞ്ചന, പിന്നെ IT ആക്ട് 68E എന്നിങ്ങനെയാണ് ഇപ്പോൾ 4 കുറ്റങ്ങളാണ് ചാർജിട്ടുള്ളത്. അതിനകത്ത് ബലാത്സംഗത്തിനകത്ത് പിന്നെ ഉപകുറ്റങ്ങൾ കൂടിയുണ്ട്. 64(2), 64F, 64H, 64M എന്നിങ്ങനെയാണ് ഇപ്പോൾ ചാർത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഇത്രയും കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് ചാർത്തിയിട്ടുള്ളത്. ഇത് പ്രകാരമാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, FIR പകർപ്പ് കഴിഞ്ഞ ദിവസം കേരള ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. FIR പകർപ്പ് പ്രകാരം 2025 മാർച്ച് 4 തൃക്കണ്ണാപുരത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. മാത്രമല്ല, അതിജീവിതയെ ദേഹോദ്രവം ഏൽപ്പിച്ചു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 2025 മാർച്ച് 17 അതിജീവിതയുടെ ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഗർഭിണിയാണെന്ന് അറിഞ്ഞും വെച്ച് പീഡിപ്പിച്ചു. 2025 ഏപ്രിൽ 22 തൃക്കണ്ണാപുരത്തെ വീട്ടിൽ വെച്ച് വീണ്ടും പീഡിപ്പിച്ചു. മെയ് അവസാന ആഴ്ചയിൽ 2 ദിവസം പാലക്കാട് വെച്ച് പീഡനം നടത്തിയെന്നാണ് FIR പറയുന്നത്. അതുമാത്രമല്ല, 2025 മെയ് 30 ഗർഭം അലസിപ്പിക്കാൻ മരുന്ന് നൽകിയെന്ന് കൂടി എടുത്തു പറയുന്നുണ്ട്. ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം ശക്തമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇനിയും കൂടുതൽ പെൺകുട്ടികൾ വരുമെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിനകത്തുള്ള മറ്റു ചില നേതാക്കളുടെ കാര്യം കൂടി ഇതിനൊപ്പം തന്നെ പുറത്തു വരുമെന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. എന്തൊക്കെയാലും പാലക്കാട് MLA കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടെന്നടുത്ത് തന്നെ പറയാം. കോൺഗ്രസിന് ഇപ്പോൾ ഇലക്ഷന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് ഇത്ര ശക്തമായ പ്രശ്നം വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിനെതിരെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഗിമ്മിക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ അടൂർ പ്രകാശിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുകളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇത് നെയ്യാറ്റിൻകര കോടതിയിൽ വെച്ചിട്ട് അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ആയപ്പോഴത്തേക്ക് കാര്യങ്ങൾ പരിപൂർണമായിട്ട് ഔദ്യോഗികമായിട്ടുണ്ട്. ഇപ്പോൾ നിയമപരമായിട്ടാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിന് എന്തായാലും ഇപ്പോൾ കാര്യമായ രീതിയിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനി രാജിവെക്കുക, കീഴടങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു ചോദ്യമില്ല. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ബലാത്സംഗം അടക്കം നിരവധി കുറ്റങ്ങളാണ് ചാർത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ഗർഭചിത്രവുമുണ്ട്, ദേഹോദ്രവമുണ്ട്. ഏകദേശം 10 വർഷത്തിന് മുകളിൽ വരെ തടവ് ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ ചാർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉചിതമായ കാര്യമെന്നാണ് ഇപ്പോൾ മറ്റ് കക്ഷികൾ, കോൺഗ്രസ് കക്ഷികൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് അകത്തുനിന്ന് തന്നെ ശക്തമായ രാഹുലിനെതിരെ നിലപാടുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ കാര്യമായ UDF പിന്തുണയ്ക്കുന്നത് മുസ്ലിം ലീഗ് മാത്രം, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മാത്രമാണെന്ന് എടുത്ത് പറയട്ടാണ്. മുസ്ലിം ലീഗ് സൈബട്ടത്തിൽ രാഹുലിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ലീഗ് അനുകൂലികൾ മാത്രമാണെന്ന് കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. കെ സുധാകരനെ പോലുള്ള ചില നേതാക്കൾ രാഹുലിന് അനുകൂല നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിലപാട് പരിപൂർണമായിട്ടും ഇപ്പോൾ രാഹുലിന് എതിരായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലുക്കൌട്ട് നോട്ടീസ് വരെ എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, FIR വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ക്രൂരമായ പീഡനമാണ് രാഹുൽ നടത്തിയെന്നാണ് ഇപ്പോൾ FIR അനുമാനിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാലും നിയമപോരാട്ടത്തിലേക്ക് പോവുകയാണ് ആ പെൺകുട്ടി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ലുക്കൌട്ട് നോട്ടീസിൽ വരെ കാര്യം എത്തിയിരിക്കുകയാണ്. രാഹുൽ ഒളിവിൽ പോയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സുപ്രധാന വാർത്ത. എന്തൊക്കെയായാലും ഉടനെ തന്നെ രാഹുലിൻ്റെ കാര്യം തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം.